ഇന്ന് നമ്മളിവിടെ പറയാൻ പോകുന്നത് വിഷു കണി എങ്ങനെ പാരമ്പര്യമായിട്ട് ഒരുക്കാമെന്നും അത് പുലർച്ചെ ഏത് സമയത്താണ് കൃത്യമായിട്ട് കണ്ടാൽ അതിൻ്റെ പൂർണ്ണ ഫലം ലഭിക്കും എന്നുള്ളതിനെക്കുറിച്ചാണ്. അപ്പോൾ നമ്മൾക്ക് വിഷു കണി ഒരുക്കാനായിട്ട് വേണ്ടത് നല്ലൊരു കൃഷ്ണ വിഗ്രഹമാണ്. നല്ല നീല നിറത്തിലുള്ള ഉണ്ണിക്കണ്ണ എടുക്കാം. പിന്നെ നമ്മൾക്ക് ഒരു ഗണപതിയുടെ ഫോട്ടോ വെക്കാം. പിന്നെ ഒരു ലക്ഷ്മി ദേവിയുടെ ഫോട്ടോ വെക്കാം. ഒരു കണ്ണാടി വെക്കാം. പിന്നെ ഒരു നിലവിളക്ക് കിണ്ടി അതിനനുസരിച്ചുള്ള ഒരു നാഴി അതും എടുക്കണം. പിന്നെ വേണ്ടത് നല്ലൊരു തളിക, വൃത്തിയായിട്ടുള്ള തളിക എടുക്കുക. അതിലേക്ക് ഒരു കോടി കസവുള്ള മുണ്ട് നിവർത്തിയ തളികയ്ക്ക് പാകത്തിന് വിരിച്ച് വെക്കണം. അതിൻ്റെ രണ്ട് സൈഡായിട്ട് കൊന്നപ്പൂ നമ്മൾ കുറേശ്ശായിട്ട് ഇങ്ങനെ നിരത്തി വെക്കുക. അതിനുശേഷം കുറച്ച് ധാന്യങ്ങൾ വീട്ടിൽ എന്താണോ കയ്യിലുള്ളത് അത് വെക്കാം. അതായത് ചെറുപയർ, പയർ അങ്ങനെയുള്ള ധാന്യങ്ങൾ അതിലേക്ക് വെച്ച് കൊടുക്കുക. പിന്നെ വെറ്റില അടക്ക ഒരു സൈഡിലേക്ക് വെക്കണം. ഇനി നമ്മുടെ കയ്യിലുള്ള കോയിൻസ് വെക്കാം. സ്വർണ്ണാഭരണങ്ങളോ സ്വർണ്ണ കോയിനോ വെള്ളിയോ അതേമാതിരി രൂപയോ എല്ലാം വെക്കാവുന്നതാണ്. ഒന്നുമില്ലാത്തൊരു സാധാരണ കോയിൻ വെക്കുക. പിന്നെ ഫ്രൂട്ട്സ് ഐറ്റംസ് എല്ലാം വെക്കുക. പൂവമ്പഴം ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ട് വെക്കാം. ചന്ദനത്തിരി കൊളുത്തി വെക്കാൻ പൂവമ്പഴം നല്ലതാണ്. പിന്നെ ഒരു കണി വെള്ളരിയാണ്. കണി വെള്ളരി നല്ല നിറത്തിലുള്ള അതും വെക്കുക. പിന്നെ കണിക്ക് വെക്കാൻ പറ്റുന്ന മത്തൻ അതും കൂടി വെക്കുക. ഇനി വേണ്ടത് ഒരു നാളികേരം ഇതേമാതിരി പൊട്ടിച്ച് രണ്ട് സൈഡിലാക്കി വെക്കുക. നമ്മുടെ ഇത്രയും ഐറ്റംസ് ആയാൽ നല്ലൊരു വിഷുക്കണിയായി. എല്ലാവരും ഇതേപോലെ തന്നെ വെക്കുക. അപ്പോൾ വിഷുക്കണി കാണേണ്ട കൃത്യമായ സമയം പുലർച്ചെ 4 മണിക്ക് എണീറ്റ് 4:30 വരെയാണ്. 4:10 മുതൽ 4:30 വരെ പൂർണ്ണ ഫലം നമ്മൾക്ക് അതിൽ നിന്ന് ലഭിക്കും.